اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد. ഇന്ന് നമ്മുടെ ക്ലാസ് സ്ത്രീകളുടെ സ്വത്ത് ഓഹരിയുമായി ബന്ധപ്പെട്ട്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയെ അനന്തരെടുക്കും. എന്നാണ് അനന്തരാവകാശ അല്ലേ, സ്വത്ത് അനന്തരെടുക്കും. അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അപ്പോൾ പലർക്കും ഒരു പാട്ടുണ്ട്. എന്താ പാട്ട്? പെണ്ണിന് പകുതി സ്വത്തോരിയേ ഉള്ളൂ ഇസ്ലാമിൽ. സ്വത്തോരിയുടെ വിഷയത്തിൽ ഇസ്ലാം പെണ്ണിനോട്, സ്ത്രീകളോട് അനീതി കാണിച്ചു. വലഇയാദു ബില്ലാഹ്, നഊദു ബില്ലാഹ് എന്നുള്ള ഒരു പറച്ചിൽ അത് പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ, അതേപോലെ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ വിഷയം സ്ത്രീകൾ അവർക്ക് സ്വത്തോരി ഇസ്ലാം വകവെച്ചത് പുരുഷനേക്കാൾ പകുതി സ്വത്തോരി സ്ത്രീക്ക് വരുന്ന അവസ്ഥകൾ, പിന്നെ സ്ത്രീകൾ പുരുഷനെപ്പോലെ തുല്യമായി അനന്തരം എടുക്കുന്ന അവസ്ഥകൾ, പുരുഷന് സ്വത്ത് കൊടുക്കാതെ സ്ത്രീകൾ മാത്രം സ്വത്ത് അനന്തരമെടുക്കുന്ന അവസ്ഥകൾ, പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീ സ്വത്ത് അനന്തരമെടുക്കുന്ന അവസ്ഥകൾ. ഈ വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഈ ചില ഉദാഹരണങ്ങൾ വെച്ച് മനസ്സിലാക്കുന്നത്. ഈ ഇസ്ലാമിനെ പലരും യഥാവിധം മനസ്സിലാക്കാൻ കൂട്ടാക്കാറില്ല. യഥാവിധം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ സാഹചര്യം ഉണ്ടാവില്ല. പലരും ഇസ്ലാമിലെ ഓരോ വിഷയങ്ങളും ഇപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിൻ്റെ എതിരാളികളായിട്ടുള്ള പല ആളുകളും മുന്നോട്ട് വെക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അതിൽ പോലും അവർ ഒരു സൂക്ഷ്മപക്ഷ വായന നടത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ചില ഉപരിപ്ലവ കാഴ്ചകൾ കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യണത്, അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നത്, എതിർക്കുന്നത്. ആ വിഷയങ്ങളിലുള്ള ഒരു സൂക്ഷ്മ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്ക് അവർ നിരാശപ്പെടുക ചെയ്യാം. നിരാശബോധമുള്ളവരാണെങ്കിൽ പല മുസ്ലിം നാമധാരികളും ഇവിടെ ഏറെ സങ്കടകരാണ്. മുസ്ലിം നാമധാരികൾ അവർ ഇസ്ലാമിനെ വായിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രു എഴുതിയതിൽ നിന്നാണ്, ഇസ്ലാമിൻ്റെ സ്രോതസ്സിൽ നിന്നല്ല. പ്രാമാണികരായ പണ്ഡിതന്മാർ പഠനം നടത്തിയ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്രോതസ്സായി അവതരിപ്പിക്കപ്പെട്ടതിൽ നിന്ന് പഠനം നടത്താതെ ശത്രു എഴുതിയത് വായിച്ചിട്ടാണ് എന്ത് ചെയ്യണത് ചിലർ ചാനൽ ചർച്ചകളിലും അതേപോലെ തന്നെ ഇത്തരം രചനകളിലും ഒക്കെ ഭാഗവാക്കാവുന്നത് മുസ്ലിം നാമധാരികൾ. അതാണ് ഏറെ സങ്കടകരം. അത് ഈ വിഷയത്തിലുണ്ട്, അനന്തരാവകാശ സ്വത്തിൻ്റെ വിഷയത്തിലുണ്ട്. സ്ത്രീകൾക്ക് സ്വത്തോരി പകുതിയാണ്, പുരുഷനേക്കാൾ പകുതിയാണ്. ഇതല്ലാതെ എന്താണ് അതിലെ വസ്തുത? അങ്ങനെ ഒരു സ്വത്തോരിയ ഇസ്ലാമിലുള്ളൂ. സ്ത്രീകൾക്ക് സ്വത്ത് ഇസ്ലാം നൽകിയ ഒരു സാഹചര്യം അത് എന്തായിരുന്നു? ഇതൊന്നും പരിശോധിക്കാതെയാണ് ഈ ഒരു പല്ലവി കാലങ്ങളായിട്ട് തുടരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം ഇവിടെ ഒന്ന് വിശദീകരിക്കുവാൻ ഉദ്ദേശിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സത്യദീനിനെ പ്രതിരോധിക്കുവാനുള്ള ആഫിയത്തും ആരോഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഈ സത്യദീനിൽ നമ്മുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ച് ഇതിൽ മരണം വരിക്കാനും ഇതിൻ്റെ അഹലുകാരുടെ കൂടെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാനും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ.
വിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തിൻ്റെ റക്അത്തുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദുഹർ 4 റക്അത്ത് നിസ്കരിക്കണം, അസ്ർ 4 റക്അത്ത് നിസ്കരിക്കണം, പിന്നെ മഗ്രിബ് 3, ഇശ 4, സുബഹി 2 റക്അത്തുകൾ ഒന്നും പഠിപ്പിക്കപ്പെട്ടില്ല. പിന്നെയോ അഖിമി സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വ ഖുർആൻ അൽ ഫജ്ർ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ. 5 നമസ്കാരങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ സൂചനയേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ത് ചെയ്തത്, അത് വിശദീകരിച്ചത്. എണ്ണവും അതേപോലെ തന്നെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചത്. ഇല്ല എങ്കിൽ നിസ്കരിക്കാനുള്ള കൽപ്പനയും നമസ്കാര സമയങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇവിടെ ഉള്ളത്, വിശുദ്ധ ഖുർആനിലുള്ളത്. അതേപോലെ സക്കാത്തിൻ്റെ വിഹിതം, ഇന്ന സക്കാത്ത് പിന്നെ സ്വത്തുക്കൾ ഉണ്ട് എങ്കിൽ അതിൽ ഇത്രയാണ് പിന്നെ സക്കാത്ത് വിഹിതം, അതിന് ഇത്ര നിസാബെത്തിയാൽ മാത്രമാണ് സക്കാത്ത്. പിന്നെ സ്വത്തുക്കളൊക്കെ അതിനൊക്കെയാണ് സക്കാത്ത്. അങ്ങനെ ഒരു കണക്ക് ഇവിടെ ഇല്ല സക്കാത്തിൻ്റെ വിഷയത്തിൽ, ഖുർആനിലില്ല, വിശുദ്ധ ഖുർആനിലില്ല. പിന്നെയോ സക്കാത്ത് കൊടുക്കാനുണ്ട്, പിന്നെ സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ചുള്ള അറിയിപ്പുണ്ട്. ഇതല്ലാതെ ഇന്ന സ്വത്തുക്കളിൽ ഇത്രയാണ് സ്വത്ത് വിഹിതം എന്നുള്ള രീതിയിലുള്ള വിശദമായ കണക്കുകൾ ഇല്ല, വിശുദ്ധ ഖുർആനിൽ ഇല്ല. അനന്തരാവകാശം അതിൻ്റെ കണക്കുകളോ അത് വിശുദ്ധ ഖുർആനിലുണ്ടോ? അനന്തരാവകാശത്തിൻ്റെ കണക്കുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതായത് അനന്തരാവകാശ നിയമമാണോ നമസ്കാരമാണോ ഏറ്റവും പ്രധാനം? ഏതിനാണ് പ്രാധാന്യം? നമസ്കാരത്തിനാണ്. നമസ്കാരം ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠ കർമ്മമാണ്, അതിൽ തർക്കമല്ല. മനസ്സിലല്ലേ? ഈ നമസ്കാരത്തിൻ്റെ പോലും റക്അത്തുകളുടെ എണ്ണം ഇത്ര എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ച് തന്നു. എന്നാൽ അനന്തര സ്വത്തിൻ്റെ വിഷയം അങ്ങനെയല്ല. അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ സൂറത്തുൽ നിസായിൽ യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗക സനതൈനി ഫലഹുന്ന സുലുസാ മാ തറക് വഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫ് വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസ് മിമ്മാ തറക ഇൻ കാന ലഹു വലദ് ഫഇൻ ലം യകുൽ ലഹു വലദുൻ ഫലി ഉമ്മിഹി സുലുസ്. ഇവിടെ നോക്കി, പിന്നെ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിൽ ഇപ്പോൾ യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും എന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പകുതി സ്വത്തോരിയെക്കുറിച്ച് പറഞ്ഞ്, 2/3 സ്വത്തോരിയെക്കുറിച്ച് പറഞ്ഞ്, അല്ലേ? 1/6 സ്വത്തോരിയെക്കുറിച്ച് പറഞ്ഞ്, അതേപോലെ 1/3 സ്വത്തോരിയെക്കുറിച്ചും പറഞ്ഞ്. അറബിയിലെ ഇതിന് മാഫി മുഷ്കിൽ അങ്ങനെ ശീലിക്കണം. ഇപ്പോൾ യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈനി, 2 പെണ്ണിൻ്റെ വിഹിതമാണ് ആണിനി എന്നുള്ളതാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫൈൻ കുന്ന നിസാം ഫൗക സനതൈനി, അതവിടെ കേട്ടെ. ഫൈൻ കുന്ന നിസാം ഫൗക സനതൈനി, സ്ത്രീകൾ 2 കൂടുതലാണ് എങ്കിൽ ഫലഹുന്ന സുലുസ, 3/2 സ്വത്തോരി എന്നാണ്. 3/2 സ്വത്തോരി. വഇൻ കാനത് വാഹിദതൻ, ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ഫലഹൻ നിസ്ഫ്, അവൾക്ക് പകുതി. ഫഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫ് വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസ്, മാതാപിതാക്കൾക്ക് 1/6 വീതം. ഇൻ കാന ലഹു വലദ് ഫഇൻ ലം യകുൽ ലഹു വലദ് ഫലി ഉമ്മിഹി സുലുസ്, മയ്യത്തിന് കുട്ടികളില്ല എങ്കിൽ ഉമ്മാക്ക് 3/1. ഞാൻ ഇതിൻ്റെ വിശദമായ കണക്ക് പറഞ്ഞില്ല, ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് എന്തിനാണ് പറയുന്നത് അറിയോ? ഇത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്തോരി നിർണ്ണയിക്കുകയാണ്. ഇന്ന ആൾക്ക് ഇത്ര, ഇന്ന ആൾക്ക് ഇത്ര, ഇന്ന ആൾക്ക് ഇത്ര. അപ്പോൾ അരയെക്കുറിച്ച് പറഞ്ഞു, 3/2 കുറിച്ച് പറഞ്ഞു, 1/6 കുറിച്ച് പറഞ്ഞു, 3/1 കുറിച്ച് പറഞ്ഞു, അല്ലേ? ഇനി ആ ആയത്ത് കഴിഞ്ഞ്, ആയത്ത് തീർന്നിട്ടില്ല, ഞാൻ ഇതിൻ്റെ തുടർച്ചയുണ്ട്. അടുത്ത ആയത്തിലേക്ക് വന്നാൽ വലക്കുമുറുബ്, നിങ്ങൾ പുരുഷന്മാർക്ക് 4/1 മിമ്മാ തറക അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ച സ്വത്തിൽ. അവിടെ എന്തിനെ കുറിച്ച് പറഞ്ഞു? 4/1 കുറിച്ച് പറഞ്ഞു. വലക്കുമുൻ നിസ്ഫ് മിമ്മാ തറക അസ്വാജുക്കും ഇല്ലം യകുൽ ലഹുന്ന വലദ്,
ഫൈൻഖാൻ ലഹുന്ന വലത്, മക്കളില്ല ഭാര്യമാർക്കെങ്കിൽ ഫലക്കും മുറുബ, നിങ്ങൾക്ക് 4/1 എന്നാണ്. മക്കളില്ല എങ്കിൽ പകുതിയാണ്, മക്കളുണ്ട് എങ്കിൽ 4/1 എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാൻ പറഞ്ഞത് 4/1 മനസ്സിലാക്കാനാണ്. ഇനി സ്ത്രീകളോട് പറയാണ്, സ്ത്രീകളുടെ വിഷയത്തിൽ പറയണം വലഹുന്ന സുമുൻ. സ്ത്രീകൾക്ക് 8/1 ഉണ്ട് എന്ന്. 8/1 സ്വത്തുവരി, അതായത് വലഹുന്ന റുബു മിമ്മാ തറക്തും ഇല്ലം യകുൽ ലക്കും വലദ് ഫഇൻ കാന ലക്കും വലദുൻ ഫലഹുന്ന സുമുൻ. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സ്വത്തിൽ നിന്ന്, ഭർത്താക്കന്മാരുടെ സ്വത്തിൽ നിന്ന്, ഭർത്താക്കന്മാർക്ക് മക്കളില്ലെങ്കിൽ 4/1 ഉണ്ട്, ഭർത്താക്കന്മാർക്ക് മക്കളുണ്ട് എങ്കിൽ 8/1 ഉണ്ട്. മനസ്സിലല്ലേ? ഇവിടെ നോക്കി, ഞാൻ ഇത് എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ 1/2, 3/2, 6/1, 3/1, 4/1, 8/1 ഇതൊക്കെ എന്താണ്? സ്വത്തോരികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ഓഹരികളെ വിശദീകരിച്ചു. അത് സൂറത്തുൻ നിസായിലെ 2 ആയത്തുകൾ തുടർച്ചയായിട്ടുള്ളത്. പിന്നെ സൂറത്തുൻ നിസായിൽ അവസാനത്തിൽ ആയത്ത് 176-ാമത്തെ ആയത്തിൽ യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല എന്ന് തുടങ്ങിയിട്ട് അവസാനത്തെ ആയത്തിലും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ സ്വത്തോരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഈ നിർണിത വിധങ്ങൾ തന്നെയാണ് അവിടെ സഹോദരന്മാരുടെ സ്വത്തോരിയുടെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത്. ഇപ്പം എന്തിനാണ് ഞാനിത് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിൻ്റെ എണ്ണം പോലും എന്ത് ചെയ്തിട്ടില്ല. ഇത്ര എണ്ണമാണ് ഒരു നിസ്കാരത്തിന് എന്നുള്ളത് പറഞ്ഞില്ല. നമസ്കാരം 5 അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി 5 സമയങ്ങളിലെ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പിന്നെ വിശദീകരിച്ചു തന്നു. പക്ഷേ സ്വത്തോരിയുടെ വിഷയത്തിൽ അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കണക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തരുടെയും അവകാശം ഇത്രയാണ് എന്നുള്ളത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് വരാം. അതെന്താണ് അറിയിക്കുന്നത്? ഈ അനന്തര സ്വത്തിൻ്റെ ഇസ്ലാമിലുള്ള പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഹിതങ്ങളെ നിർണ്ണയിച്ച് പറഞ്ഞതിന് ശേഷം തുടർന്ന് പറഞ്ഞ ആയത്തെന്നറിയോ? തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണ്ണയിച്ച വിധികളാണ് എന്ന് പറഞ്ഞു. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വദാലികൽ ഫൗസുൽ അദീം. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്ഭാഗങ്ങളിൽ പുഴകളൊഴുകുന്ന സ്വർഗീയ തോപ്പുകളെ നൽകി അവരെ അള്ളാഹു അതിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വലിയ വിജയമാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് വമൻ യഅസില്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വല്ലവരും ധിക്കരിക്കുന്ന പക്ഷം യുദ്ഖിൽഹു നാറ, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. ഖാലിദൻ ഫീഹ, അവനതിൽ നിത്യവാസിയായിരിക്കും. വലഹു അദാബും മുഹീൻ, അവന് നിന്ദ്യമായ ശിക്ഷയുണ്ടായിരിക്കും എന്ന് പറയാണ്. ഈ അനന്തര സ്വത്തുക്കളുടെ വിശദമായി വിവരണം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു സംഗതിയാണിത്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ധിക്കരിച്ച് ഒരാൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വയതഅദ്ദ ഹുദൂദഹു, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ അള്ളാഹു നിശ്ചയിച്ച ഈ കണക്കുകളെ ആരെങ്കിലും മറികടന്നിട്ടുണ്ട് എങ്കിൽ യുദ്ഖിൽഹു നാറ എന്നാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറ ഖാലിദൻ ഫീഹ വലഹു അദാബും മുഹീൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ അള്ളാഹു എത്ര ഗൗരവത്തിലാണ് ഈ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത്. ഏത് വിഷയം? ഈ അനന്തരാവകാശത്തിൻ്റെ വിഷയം. അനന്തര സ്വത്ത് അത് അതിൻ്റെ അവകാശികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിധം നൽകുന്ന വിഷയത്തിൽ. പക്ഷെ ഇന്ന് ആളുകൾക്ക് വളരെ കൂടുതൽ ആളുകൾക്കും അജ്ഞമായൊരു വിഷയമാണെന്ത്? അനന്തരാവകാശത്തിൻ്റെ വിഷയം. എന്താണ് സ്വത്തോരി എന്ന് പോലും പലർക്കും അറിയില്ല. പലരും ആ ഒരു സ്വത്തോരിയുടെ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഈ അവിടെയുള്ള സാമൂഹിക അന്തരീക്ഷം സ്വത്ത് ഓരി വെച്ചിട്ട് അർഹർക്ക് കൊടുക്കുന്ന വിഷയത്തിൽ അവരുടെ ആ സാമൂഹിക അന്തരീക്ഷം അതിനെന്തെങ്കിലും അവരെ സഹായിക്കണില്ല. പലയിടത്തും പിന്നെ സ്വത്ത് അത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാർ പലരും ഇടം കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇനി പുരുഷന്മാർക്കുണ്ടെങ്കിൽ തന്നെയും അത് പിന്നെ അത് ഈ പറയപ്പെട്ട നിയമത്തിലോ അല്ലെങ്കിൽ നിശ്ചയത്തിലോ അല്ല അത് വരുന്നത്. ആ രീതിയിൽ അവസ്ഥകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ ജാഹിലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദയം കൊള്ളുമ്പോൾ സ്ത്രീകളെ അനന്തരമെടുക്കുക എന്നുള്ളതല്ലാതെ സ്ത്രീകൾക്ക് അനന്തര സ്വത്ത് കൊടുക്കുമായിരുന്നില്ല. സ്ത്രീകൾ
വാപ്പ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പ മരിച്ചാൽ വാപ്പാൻ്റെ സ്വത്തും വാപ്പാൻ്റെ പെണ്ണുങ്ങളും മകനായിരുന്നു. അല്ലാഹ് കാക്കട്ടെ. വാപ്പാൻ്റെ സ്വത്തും വാപ്പാൻ്റെ ഭാര്യ അടക്കം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തരിസുൻ നിസാഅ കർഹൻ അല്ലേ വലാ തൻകിഹു മാ നകഹ അബാഉക്കും. നിങ്ങളുടെ വാപ്പാർ കല്യാണം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞ്. അതേപോലെ സ്ത്രീകളെ ബലാത്കാരമായി നിങ്ങൾ അനന്തരം എടുക്കരുത് എന്ന്. സ്ത്രീകൾ അനന്തരം എടുക്കരുത്, പെണ്ണുങ്ങളെ അനന്തരം എടുക്കുക. അവരുടെ സ്വത്തല്ല, അത് വേറെ. സ്വത്തും പെണ്ണിനും ഒന്നായിട്ടാണ്. അതിൻ്റെയൊക്കെ രീതികൾ ജാഹിലിയത്തിൽ വളരെ മോശമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തതോടുകൂടി വിശുദ്ധ ഖുർആൻ ആ ഉച്ചനീചത്വങ്ങളെ ഉടച്ചു വാർത്തു. അവകാശം നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് നൽകി. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി ഇൻ കുന്നാ ലാ നഉദ്ദു ലിൻ നിസാഇ അംറൻ. അള്ളയാണ് സത്യം, സ്ത്രീകൾക്ക് ഞങ്ങൾ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ഹത്ത അൻസലല്ലാഹു ഫീഹിന്ന മാ അൻസൽ വഖസമ ലഹുന്ന മാ ഖസബ്. അള്ളാഹു സ്ത്രീകൾക്ക് ആയത്തുകൾ അവതരിപ്പിച്ചു, അവർക്ക് സ്വത്ത് വിഹിതം വിരിച്ചു. അതുവരേക്കും ഞങ്ങളൊന്നും സ്ത്രീകൾക്കൊരു പരിഗണന നൽകിയിരുന്നില്ല. അള്ളാഹു ആയത്തിറക്കിയിട്ട് ആ ആയത്തിൽ നൽകിയ വിഹിതം വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, സ്ത്രീകൾക്ക് വിഹിതം കൊടുക്കാൻ തുടങ്ങിയതെന്നാണ്. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു, സഅദ് ബിൻ റബീഅ അൽ ഖസ്റജി പ്രമുഖ സഹാബിയാണ്. മദീനയിലെ അൻസാരികളിൽ ഖസ്റജ് ഗോത്രത്തിൻ്റെ ഒരു തലവനായിരുന്നു. ഈ സഅദ് ബിൻ റബീഅ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി. അദ്ദേഹം ഉഹുദിൽ ഷഹീദായ ഒരു രംഗം വളരെ വികാരഭരിതമായിട്ടുള്ള രംഗമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധത്തിൻ്റെ ആ പൊടി അടങ്ങിയപ്പം സഅദ് ബിൻ റബീഅനെ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സഅദ് ബിൻ റബീഅനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോയപ്പോൾ അദ്ദേഹം ഒരു വെട്ടേറ്റ്, കുറേ വെട്ടുകളുണ്ട്, അതിൽ ഒരു വെട്ട് കാരണത്താൽ അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്. പിന്നെ അവസാന ശ്വാസങ്ങൾ വലിക്കാൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹത്തെ നിർബന്ധിക്കണം. ആ രീതിയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ റസൂൽ അദ്ദേഹത്തിന് സലാം പറഞ്ഞയച്ചിട്ട് നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചു എന്ന് പിന്നെ സലാം മോദി ആ വ്യക്തി ചോദിക്കണം. അപ്പോൾ റസൂലുള്ളാഹിനോട് എൻ്റെ സലാം പറയണം, ഞാൻ സ്വർഗ്ഗം വാസനിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം എന്നൊക്കെ അദ്ദേഹം സംസാരിച്ചു. സഅദ് ബിൻ റബീ ഈ മഹാൻ ഉഹുദിൽ ഷഹീദായി. ഇദ്ദേഹം ഷഹീദായതിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹത്തിന് 2 പെൺമക്കളുമാണ്. ഭാര്യയും 2 പെൺമക്കളുമാണ്. ഒരു ദിവസം ഈ ഉമ്മ ഈ 2 പെൺമക്കളായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരികയാണ്. റസൂലെ, സഅദ് ബിൻ റബീഅ നിങ്ങളുടെ കൂടെ ഉഹുദിൽ പങ്കെടുത്തു, ഉഹുദിൽ ഷഹീദായി. റസൂലുള്ളാഹിക്ക് അതറിയാം. പക്ഷേ ഈ പെൺകുട്ടികളുടെ പിതൃ സഹോദരൻ, സഅദ് ബിൻ റബീൻ്റെ സഹോദരൻ, സഅദിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അനന്തരെടുത്ത് എനിക്കോ ഈ കുട്ടികൾക്കോ ഒന്നും തരാതെയാണ് ഉള്ളത്. ഇവരാണെങ്കിൽ വിവാഹപ്രായം എത്തിയ കുട്ടികളാണ്. ഇവർക്ക് സ്വത്തില്ല എന്നതിൻ്റെ പേരിൽ ഇവർ വിവാഹിതരാകുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ഇരിപ്പിൽ, അവിടെ ആ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങി. ആ വഹിയാണ് എന്ത്, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൽപ്പനയേകുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വത്തോരിയുടെ വിഷയത്തിലുള്ള ആ വിശദ ഭാഗങ്ങൾ സൂറത്തുൻ നിസായിലുണ്ട് അവതരിപ്പിക്കണം. ലിരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിൻ നിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചതിൽ പുരുഷന്മാർക്ക് വിഹിതമുണ്ട്, അതേപോലെ സ്ത്രീകൾക്കും വിഹിതമുണ്ട്. ആണിനും പെണ്ണിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിഹിതം നിശ്ചയിക്കുകയുണ്ടായി. മാത്രമല്ല സഅദ് ബിൻ റബീഅൻ്റെ വിഷയത്തിൽ ഈ അനീതി കാണിച്ച ആ പിതൃവ്യനോട് വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ് സഅദ് ബിൻ റബീഅൻ്റെ 2 പെൺമക്കൾക്ക് അദ്ദേഹത്തിന് 3/2 സ്വത്ത് കൊടുക്കാൻ പറഞ്ഞു. 3/2. സഅദ് ബിൻ റബീഅൻ്റെ ഭാര്യയ്ക്ക് 8/1 സ്വത്ത് വരി കൊടുക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളത് അയാളോട് എടുക്കാൻ പറഞ്ഞു. ബാക്കി എന്താണോ സൃഷ്ടം അത് അയാളോട് എടുക്കാൻ പറയുകയാണ് ചെയ്ത്. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുമ്പോൾ സ്ത്രീക്ക് സ്വത്തുവരി ഉണ്ടായിരുന്നില്ല. സ്ത്രീയെയും അവളുടെ സ്വത്തിനെയും അനന്തരം എടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് സ്വത്തോരി നിശ്ചയിക്കുന്നത്. ആ സ്വത്തോരി അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശദമാക്കി അത് ധിക്കരിതെന്നും അള്ളാഹു നിശ്ചയിച്ച ആ വിഹിതത്തെ മറികടന്നുള്ള ഒരു ഓഹരി വെക്കൽ ഉണ്ടാകരുത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇസ്ലാമിൽ മാത്രമാണ് എല്ലാ വിഷയങ്ങളിലും എന്നതുപോലെ ഈ സ്വത്തോരിയുടെ വിഷയത്തിലും എന്തുള്ളത്? ഒരു കൃത്യതയും ഒരു കണക്കുമുള്ളത്. അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒരാളോടും ഇസ്ലാമിൽ ഒരനീതിയുടെ പ്രശ്നമല്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുകളെ ഒരു വിഭാഗത്തെ അടുപ്പിച്ച് മറ്റൊരു വിഭാഗത്തെ ദൂരപ്പെടുത്തേണ്ട എന്താ ആവശ്യമുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വലാരും ധന്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാവർക്കും ആശ്രയം നൽകുന്നവനാണ്. അള്ളാഹ്ക്ക് ഒരാളെ ആശ്രയിക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിൻ്റെ തത്വം തന്നെ എന്താണ്? ഇന്നല്ലാഹ ലാ യദ്ലിമുന്നാസ ശൈഅൻ. അള്ളാഹു ജനങ്ങളിൽ ഒരാളെയും അണു അളവ് അള്ളാഹു ദ്രോഹിക്കില്ല എന്നുള്ളതാണ്. അതൊരു മിസ്കാല ദർറ, പരമാണുവിൻ്റെ തൂക്കം പോലും അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനീതി ആരും ഭയക്കേണ്ടതില്ല. അவ்விதം അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെത് നീതിപൂർവ്വമാണല്ല. അത് ഈ സ്വത്തോരിയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സൂക്ഷ്മമായിട്ടുള്ളൊരു നോട്ടം നമ്മൾ ഈ വിഹിതം വെക്കലിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇസ്ലാമിൽ സ്വത്തോരിയിൽ ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ടല്ല സ്വത്തോരി. പിന്നെയോ ഒരു വ്യക്തി മരിച്ചാൽ ആ മരിച്ച വ്യക്തിയോടുള്ള ആളുകളുടെ അടുപ്പമാണ് വിഷയം. ഏറ്റവും അടുത്തത് ആരാണോ അയാൾക്ക് സ്വത്തോരി എന്നുള്ളതാണ്, അകന്നവനെ അപേക്ഷിച്ച്. അതല്ലേ നീതി? മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ടല്ല സ്വത്തോരി ഇസ്ലാമിൽ. പിന്നെയോ ആ മരിച്ച വ്യക്തിയോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നത് ആര് എന്ന് നോക്കിയിട്ടാണ് സ്വത്തോരി. ഖറാബത്താണ് വിഷയം അല്ലേ? ഒരു വ്യക്തി മരിച്ചു എങ്കിൽ ആ മരിച്ച വ്യക്തിയോട് അടുത്ത് കിടക്കുന്ന വ്യക്തികൾ ആര് എന്നുള്ളതാണ്. അതാണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, അങ്ങനെയാണ് സ്വത്തോരി. അല്ലാതെ ആണുങ്ങൾ ആര് പെണ്ണുങ്ങൾ ആര്, പെണ്ണാണെങ്കിൽ അവിടെ നിൽക്കട്ടെ, ആണുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം, ആണുങ്ങൾക്ക് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിന്, അങ്ങനെ ഇല്ല. ഇപ്പം ഞാൻ ഓതിയ ആയത്തിൻ്റെ തുടക്കത്തിൽ നോക്കി നിങ്ങൾ, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിസ്സകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നാണ്. രണ്ട് പെണ്ണിൻ്റെ വിഹിതം ആണിനുണ്ട് എന്നാണ്. അപ്പോൾ ആരുടെ വിഹിതമാണ് അവിടെ ഉറച്ചത്? രണ്ട് പെണ്ണിൻ്റെ വിഹിതമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പെണ്ണിൻ്റെ വിഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മയ്യത്തിനോട് ഏറ്റവും അടുത്ത് ആരാണ് വർത്തിക്കുന്നത് അവർക്ക് സ്വത്തോരി എന്നുള്ളതാണ്. അകന്നവർ, അതാണായാലും പെണ്ണായാലും അവർക്ക് തടയപ്പെടും. അടുത്തവർ ആണായാലും പെണ്ണായാലും അവർക്ക് എന്ത് ചെയ്യും? ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഖലാസ്, ആളുകൾക്ക് പിന്നെ ഇത് ഒരു ദഹിക്കാത്ത വിഷയം ഉണ്ടാകും. ഒരു ജിജ്ഞാസയിൽ താല്പര്യത്തിലായിരിക്കണം ഇത് കേൾക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ഞാൻ അങ്ങനെ പരത്തി പറയണില്ല. നമ്മളുടെ വിഷയം എന്താണ്? ഇതിൽ ഒരു ഭാഗം മാത്രമാണ്, അനന്തര സ്വത്ത് വീതം വെക്കുന്നതിലൊരു വിഹിതം ഭാഗം മാത്രമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആണിൻ്റെ പകുതിയെ പെണ്ണിന് സ്വത്തോരിയുള്ളൂ എന്നൊരു പല്ലവിയാണ്. അപ്പോൾ അത് അത്രമേൽ മൗഢ്യമാണത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വായിക്കാനുള്ളത്. ശരിയാണ്, ആണിൻ്റെ പകുതി പെണ്ണിന് സ്വത്തോരി വരുന്ന ചില അവസ്ഥകൾ ഇസ്ലാമിലുണ്ട്. ചില അവസ്ഥകൾ മാത്രം, അത് 5 അവസ്ഥ മാത്രം, 5 അവസ്ഥകൾ മാത്രം. അതിൽ മാത്രമേ ആണിൻ്റെ പകുതി പെണ്ണിന് സ്വത്തോരിയുള്ളൂ. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ പറയാം? ഒരു വ്യക്തി മരിച്ചാൽ ആ മരിച്ച വ്യക്തിക്ക് ആൺമക്കളും പെൺമക്കളും മാത്രമാണുള്ളത് അല്ലേ? മരിച്ച വ്യക്തിക്ക് ആൺമക്കളും പെൺമക്കളും മാത്രമാണുള്ളത് എങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു, അയാൾക്ക് 2 ആൺമക്കൾ 2 പെൺമക്കൾ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇബിനാനി പറഞ്ഞാൽ 2 ആൺമക്കൾ, ബിൻതാനി 2 പെൺമക്കൾ. നോക്ക്, ഒരു വ്യക്തി മരിച്ച് ഇവിടെ ആണിൻ്റെ പകുതിയാണ് എനിക്ക് സ്വത്തോരി, പെണ്ണിന് കാരണം എന്താ? മരിച്ച വ്യക്തിയെ ഇവർ മൊത്തത്തിൽ അനന്തരം എടുക്കും. എന്നിട്ട് ആണിൻ്റെ
പകുതിയാണ് പെണ്ണിന് കൊടുക്കുക. ഇവിടെ നോക്കി, ഇവിടെ 2 ആണും 2 പെണ്ണും അല്ലേ? അപ്പോൾ 6 ഓരി വെക്കും. 6 ഓരി വെക്കും. 6 ഓരി വെച്ചാൽ ഇവിടെ എത്ര കൊടുക്കും? 4. ഇവിടെ എത്ര കൊടുക്കും? 2. ഓരോ ഓരി പെൺമക്കൾക്ക്, ഈ 2 ഓരി ആൺമക്കൾക്ക്. ഈ ഒരു അവസ്ഥ ഉണ്ട്. അതേപോലെ ഒരു ആൾ മരിച്ച് അയാളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, മക്കളാരുമില്ല. മനസ്സിലായേ? ഇങ്ങനെ ഒരവസ്ഥ വന്നാൽ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളാരുമില്ല എങ്കിൽ ഇമ്മാക്ക് സ്വത്തോരി എത്രയാണ്? ഇമ്മാക്ക് ഇവിടെ സ്വത്തോരി കിട്ടും 1/3. ബാക്കി സ്വത്ത് മുഴുവൻ ഉപ്പാക്കുള്ളതാണ്. ബാക്കി ഉള്ളത് മുഴുവൻ, മനസ്സിലായേ? ഈ 1/3 സ്വത്തോരി ഉണ്ടല്ലോ, അത് ഉമ്മാക്ക് ആദ്യം കൊടുക്കും. സ്വത്തിൽ നിന്ന് ഉമ്മാൻ്റെത് ആദ്യം കൊടുക്കും. എന്നിട്ട് ശിഷ്ടമായി വരുന്നത് എന്തോ അതായിരിക്കുള്ളൂ വാപ്പാക്ക്. അപ്പോൾ ഇവിടെ 3/1 എത്ര? 1. ബാക്കി 2. ഇവിടെ നോക്കി, ഉമ്മാക്ക് 1, വാപ്പാക്ക് 2. ഉമ്മയേക്കാൾ കൂടുതലാണ് ആര്? ഇവിടെ വാപ്പാക്ക്. വാപ്പാൻ്റെ പകുതി സ്വത്തേ ആർക്കുള്ളൂ? ഉമ്മാക്കുള്ളൂ. ഇതേപോലെ ഒരു വ്യക്തി മരിച്ച് അയാൾക്ക് സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. അതൊന്നാകാം, ഇപ്പോൾ ഒന്നിലധികമാകാം. മുഷ്കിൽ. ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരിയുണ്ട്. ഒരു വ്യക്തി മരിച്ച് ആ മരിച്ച വ്യക്തിയെ ആരാണ് അനന്തരെടുക്കുക? സഹോദരനും സഹോദരിയാണ് അനന്തരെടുക്കുക. അല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരികളാണ് അനന്തരെടുക്കുക മരിച്ച വ്യക്തിയെ. അവരാണ് ഏറ്റവും അയാളുടെ അടുത്ത ആളുകൾ. എങ്ങനെ സ്വത്തോരി എടുക്കുക? അതിൽ ഇതൊക്കെ മിസിൽ ഉൻസയി 2 പെണ്ണിൻ്റെ ഓരിയാണ് ഒരാണിന് അവിടെ. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ ഇത് വേണമെങ്കിൽ നമുക്ക് 3 വീതിക്കാം. മനസ്സിലല്ലേ? 1, ഇവിടെ 2. ഇനി വേറൊരു ഉദാഹരണം കൂടി ഇവിടെ ഉണ്ട്. 5 സ്വത്തോരി അല്ല, ആണിനേക്കാൾ കുറവ് പകുതിയായി പെണ്ണിന് സ്വത്തോരി കിട്ടുന്ന 5 അവസ്ഥകളാണുള്ളത്. അതാണ് നമ്മളിവിടെ എഴുതുന്നത്. ഒരു വിഷയം. ഇനി ഒരു ഉദാഹരണം. ഒരാൾ മരിച്ചു, അയാൾക്ക് വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഒരു പെൺമകളുമുണ്ട്. മരിച്ച വ്യക്തിയുടെ പെൺമക്കൾ, ഒരു പെൺകുട്ടിയല്ലേ ഉള്ളത്, അതുകൊണ്ട് പകുതി സ്വത്തോരി പെണ്ണിനാണ്. ഉമ്മാക്ക് 6/1 സ്വത്തോരിയാണ്. ബാക്കി ശിഷ്ടാവകാശി വാപ്പാക്കുള്ളതാണ്. മനസ്സിലായോ? ശ്രദ്ധിക്കണം. 6 ഈ സ്വത്തോരിയ ചുവനി 6ൻ്റെ പകുതി എത്ര? എല്ലാവരും സഹകരിക്കണം. 3. 6ൻ്റെ 6/1 എത്ര? 1. ബാക്കി എത്ര ഉള്ളത്? 2. ഇതിൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഇവിടെ. ഒന്ന്, ഒരു വ്യക്തി മരിച്ചു, ആ മരിച്ച വ്യക്തിയുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മകളുമുണ്ട്. മനസ്സിലല്ലേ? അല്ല, ഈ മരിച്ച വ്യക്തിനെ ആണും പെണ്ണും അനന്തരെടുക്കുന്നുണ്ട്. അല്ലേ? ഇതിൽ ആണിനാണോ സ്വത്ത് കൂടുതൽ, പെണ്ണിനാണോ സ്വത്ത് കൂടുതൽ? പെണ്ണിനാണ് കൂടുതൽ. നോക്കിയേ, മകൾ 3 വിഹിതം എടുക്കുന്നുണ്ട്. ആണായിട്ടുള്ള ഇതിലുള്ള വാപ്പാക്ക് എത്രയേ ഉള്ളൂ? പെണ്ണിനേക്കാൾ കുറവാണ്. അതല്ലേ? ഇതും ഇസ്ലാമിലുള്ളതാണ്. പക്ഷെ ഇന്ന് വായിക്കുമ്പോൾ ഇത് വായിക്കൂല. ഏതാ വായിക്കുള്ളൂ? ഇത് വായിക്കുള്ളൂ. ഉമ്മാക്കൊന്ന് വാപ്പാനേക്കാൾ കുറവ്, അതേ വായിക്കുള്ളൂ. അതേസമയം ഇവിടെ മകൾ പകുതി എടുക്കുന്നുണ്ട്, അത് നോട്ടല്ല. ഈ ഉദാഹരണം നമ്മളിവിടെ എഴുതിയത് ഏത് വിഷയത്തിലാണ്? ഈ ഉദാഹരണം എഴുതിയത് സ്ത്രീയേക്കാൾ ഇരട്ടി സ്ത്രീ അനന്തരെടുക്കുന്ന അവസ്ഥകൾ. അത് ഇവിടെ നോക്കിയേ, ഉമ്മ 1 വിഹിതം എടുക്കുമ്പോൾ വാപ്പാക്ക് ഇവിടെ എത്ര ഉണ്ട്? 2 വിഹിതമുണ്ട്.
ഇനി ഒരു വിഹിതം, അത് ഒരു സ്പെഷ്യൽ കേസാണ്. അത് ഭാര്യ ഭർത്താക്കന്മാർ അനന്തരം എടുക്കുന്നതാണ്. അന്യോന്യം ഭാര്യ ഭർത്താക്കന്മാർ അനന്തരം എടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു, ആണ് മരിച്ചു, അവരുടെ ഭർത്താവുണ്ട്, മകനുമുണ്ട്. ഭർത്താവ് മരിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞേ? ഭാര്യ. ഞാൻ എന്താ പറഞ്ഞ ഭർത്താവ് എന്നോ? ഖലാസ്. പിന്നെ ഞാനിവിടെ എഴുതിയത് സൗജി എന്നാണ്. സൗജി എന്ന് എഴുതിയാൽ മാഫി മുഷ്കിൽ. ഖലാസ് സൗജാന്ന് എഴുതാം, കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട്. ഭർത്താവ് മരിച്ച് ഭാര്യ ഉണ്ട് എങ്കിൽ ഭാര്യക്ക് ഇവിടെ സ്വത്തോരി എത്രയാണ്? 8/1 ഈ വിഷയത്തിൽ. എന്തുകൊണ്ട്? ഇവിടെ ഭർത്താവിന് മക്കളുണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് 8/1. മകൾക്ക് പകുതി സ്വത്ത്. ഒരു മകളല്ലേ ഉള്ളൂ, മകൾക്ക് ഒരു മകളാകുമ്പോൾ പകുതി സ്വത്താണ്. ഭാര്യക്ക് 8/1. ശരി. ഇനി ഇവിടെ ഒരു വ്യക്തി മരിച്ചു, അയാളുടെ സൗജയുണ്ട്, പിന്നെ അയാളുടെ ഒരു സഹോദരനുണ്ട്. ഇവിടെ ഭാര്യയ്ക്ക് എത്ര സ്വത്തോരി? ഭാര്യയ്ക്ക് സ്വത്തോരി 4/1. കാരണം മരിച്ചാക്ക് മക്കളില്ല. മരിച്ചാക്ക് ആരാളുള്ളത്? സഹോദരനാണുള്ളത്. മനസ്സിലല്ലേ? ബാക്കി ഈ സഹോദരനുള്ളതാണ് സ്വത്ത്. ഇവിടെ നോക്കിയേ, ഇവിടെ 4/1 3 ഇങ്ങനെ സ്വത്തോരി കണ്ടോ? ഇതിപ്പോൾ ഭാര്യ അനന്തരം എടുക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ അനന്തരം എടുക്കുമ്പോൾ ഉണ്ടോ? ഒന്നുകിൽ ഭാര്യക്ക് 4/1 അല്ലെങ്കിൽ ഭാര്യക്ക് 8/1. ഇനി ഭാര്യയാണ് അനന്തരം എടുക്കുന്നതെങ്കിൽ, ഇവിടെ ഭർത്താവ് മരിച്ച് ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരോട് ഏറ്റക്കുറച്ചിൽ കാണിച്ചു എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരോട് ഒരാൾക്ക് കൂടുതൽ കൊടുത്ത് ഒരാൾക്ക് കുറച്ച് കൊടുത്തു എന്നുള്ള പ്രശ്നം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ആര് പറയും? ഈ കേസിൽ ഭർത്താവിന് കൂടുതൽ കൊടുത്ത് ഭാര്യക്ക് കുറച്ച് കൊടുത്തു എന്നുള്ളൊരു കേസ് വരുന്നില്ല. എന്തുകൊണ്ട്? ഭർത്താവ് മരിച്ചു വയ്ക്കണ്, ഭർത്താവിൻ്റെ സ്വത്താണ് ഇവിടെ എന്ത് ചെയ്യണത്? ഓരി വെക്കണത്. അതുകൊണ്ട് ഭർത്താവിനേക്കാൾ ഭാര്യക്ക് കുറച്ച് കൊടുത്തു, ഭാര്യയോട് അനീതി കാണിച്ചു എന്നൊരു പ്രശ്നം വരുന്നില്ല. കാരണം മറ്റേ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വത്ത് ഇവിടെ ഇട്ടിട്ട് മരിച്ചു പോയിക്കണ്. പറഞ്ഞ മനസ്സിലാണ്ട? പിന്നെ ഇതിൽ ഇനി ഇപ്പം ഭാര്യയാണ് മരിച്ചത്, ഭർത്താവാണ് ഇവിടെ ഉള്ളത്. മകളെ തന്നെ എഴുതാം. ഒരു സ്ത്രീ മരിച്ചു, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, മകളും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഈ അറബിയിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് തിരിയാത്തുണ്ടോ? സൗജും ഉണ്ട്, ബിന്ദുവും ഉണ്ട്. ആരാ മരിച്ചത്? ഭാര്യയാണ് മരിച്ചത്. ഭാര്യൻ്റെ സ്വത്താണ് ഊരിയേക്കുന്നത്. അതായത് മരിച്ച വ്യക്തിക്ക് മക്കളുണ്ടല്ലോ, ഇവിടെ ഇയാളുടെ ഭാര്യയാണ് മരിച്ചത്, ആ മരിച്ച വ്യക്തിക്ക് ഇവിടെ മകളുണ്ട്. അപ്പോൾ ഭർത്താവിന് ഇവിടെ 4/1 സ്വത്തോരി, 4 സ്വത്തോരി. മകൾക്ക് പകുതിയാണ്. മനസ്സിലല്ലേ? അപ്പോൾ പിന്നെ 4 സ്വത്തോരി വെച്ചാൽ ഇവിടെ 2, ഇവിടെ 1 അല്ലേ? 4/1 വരണമെങ്കിൽ 4 എഴുതണം. ഇവിടെ ബാക്കി ഒരെണ്ണം വരും അല്ലേ? 4-ലും 2 പകുതി ഇവിടെ കൊടുത്ത് 1 ഇവിടെ കൊടുത്ത് പിന്നെ ഒരു 1 ബാക്കിയാവും. ആ 1 പിന്നെ ഇവിടെ ഈ മരിച്ച സ്ത്രീക്ക് വേറെ ബന്ധുക്കളുണ്ടോ നോക്കും, അടുത്ത ബന്ധുക്കൾ അല്ലേ? അതുണ്ടെങ്കിൽ അവരിലേക്ക് പോകും. അതില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ എന്ത് ചെയ്യും? ഈ 4-നെ 3 ആക്കിയിട്ട് പിന്നെ അത് ഓരി വെക്കുന്ന അവസ്ഥയാണ്. മനസ്സിലായി? ഇവിടെ നമ്മൾ പറഞ്ഞ നേരത്തെ തുല്യാണെന്ന് പറഞ്ഞില്ലേ? ഇവിടെ നോക്കി, ഒരു ആളെ മയ്യത്തിന് അനന്തരം എടുക്കുകയാണ്. ഒരാണും ഒരു പെണ്ണും. ഇതിൽ പെണ്ണിനാണോ കൂടുതൽ, ആണിനാണോ കൂടുതൽ? പെണ്ണിനാണ് കൂടുതൽ. ഉണ്ടോ? പെണ്ണിന് 2 വിഹിതം കിട്ടും, ആണിന് 1 വിഹിതം കിട്ടുള്ളൂ. അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് വേറെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ
ഇതാ ഒരു സ്ത്രീ മരിച്ചു, ആ സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, വാപ്പയും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ. ഇവിടെ മരിച്ച സ്ത്രീക്ക് മക്കളില്ലാത്തതിനാൽ ഭർത്താവിന് പകുതിയാണ് സ്വത്തോരി, ബാക്കി സ്വത്ത് പിതാവിനുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പോൾ 2 സ്വത്ത് എങ്കിൽ ഇവിടെ 1, ഇവിടെ 1. ഇവിടെയും നോക്കിയേ, സ്ത്രീ മരിച്ചു പോയിക്കണേ, സ്വത്ത് ഓരി വെക്കുമ്പോൾ ഒരാൾക്ക് കുറേ കൊടുത്തു ഒരാൾക്ക് കുറച്ച് കൊടുത്തു എന്നുള്ളൊരു മസാല ഉദിക്കണില്ല. പിന്നെയോ ഇവിടെ ഭർത്താവെ അനന്തരം എടുക്കാനുള്ളൂ. ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ പകുതി സ്വത്ത് വരുന്ന 5 കേസുകളാണുള്ളത്. ആ 5 കേസുകൾ നമ്മളിവിടെ എഴുതിയത്. മനസ്സിലായോ? ഈ 5 കേസുകൾ ഇവിടെ എഴുതുമ്പോൾ ഇതിൽ ഈ അവസാനത്തെ കേസ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നോക്കി നിങ്ങൾ. സ്ത്രീക്കൊരു സാമ്പത്തിക ബാധ്യതയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയിട്ടില്ല. ഇസ്ലാമിക സമൂഹത്തിൽ സാമ്പത്തിക ബാധ്യത ഒരിക്കലും സ്ത്രീകളുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിച്ചേൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വ കിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. വാപ്പാൻ്റെ ചുമതലയാണ് മക്കളുടെ അന്നവും മക്കളുടെ വസ്ത്രവും. അത് വാപ്പാൻ്റെ ചുമതലയാണ്, ഉമ്മാൻ്റെ ചുമതലയല്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫലഹുന്ന അലൈക്കും കിസ്വതുഹുന്ന വറിസ്ഖുഹുന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മേൽ ബാധ്യതയാണ് അവർക്കുള്ള അന്നവും അവർക്കുള്ള വസ്ത്രവും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് മാന്യമായ നിലക്ക്. അപ്പോൾ പുരുഷനാണ് സ്ത്രീയെ തീറ്റി പോറ്റാനും സംരക്ഷിക്കാനുള്ള ചുമതല, വാപ്പാക്കാണ് ചുമതല, ഉമ്മാക്കല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതായിരിക്കാണ് പുരുഷനാണ്. ഈ കേസുകൾ പ്രത്യേകിച്ച് നോക്കി, ആൺമക്കളും പെൺമക്കളും ഉണ്ടാകുമ്പോൾ പെൺമക്കളെ മനസ്സിലല്ലേ, ഇവർ സഹോദരങ്ങളാണ്, സഹോദരന്മാരുടെ മേലിലാണ് ഇവിടെ ചുമതല ഉള്ളത്. വാപ്പി ഇമ്മിയുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരാണ്. ആരാ നോക്കേണ്ടത്? ഭർത്താവാണ് നോക്കേണ്ടത്. ഇവിടെ വാപ്പി ഇമ്മി എന്ന് അറിയുമ്പോൾ ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അതേപോലെ അഹും ഉഖ്തും, സഹോദരിമാർ, ഇവർ മാത്രമാണ് എങ്കിൽ ആരുടെ മേലാണ് ബാധ്യത? സഹോദരൻ്റെ മേലാണ് ബാധ്യത. ഇവിടെ നോക്കി, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മകളുമുണ്ട്. മകൾക്ക് കൂടുതൽ സ്വത്തോരിയുണ്ട്. മകളെ നോക്കേണ്ടത് ആരാ? കൂടുതൽ സ്വത്തെടുത്ത മകളെ നോക്കേണ്ടത് വാപ്പയാണ്, കുറച്ച് സ്വത്തെടുത്ത വാപ്പ. അതേപോലെ ഉമ്മ, അവർക്ക് വാപ്പയെ അപേക്ഷിച്ച് സ്വത്ത് കുറവാണെങ്കിലും ഉമ്മൻ്റെ സംരക്ഷണം അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അപ്പോൾ ഈ സ്ത്രീകൾ ഈ പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതും അവർക്ക് ഫ്രീ ആണ്, അവർക്കത് ഫ്രീ ആണ്. അത് ചെലവഴിക്കേണ്ട ഒരു ബാധ്യതയും അവർക്കില്ല. അതേസമയം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടങ്ങളിൽ ചെലവഴിക്കേണ്ട ബാധ്യത ആ പുരുഷൻ്റെ മേലുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമേൽ നീതിയിലാണ് സ്ത്രീകളെ പരിഗണിച്ചിട്ടുള്ളത്, അതേപോലെ അവർക്കുള്ള അവകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വകവെച്ചിട്ടുള്ളത്. എന്നിട്ടും ആളുകൾ എന്ത് ചെയ്യാണ്? ഇസ്ലാമിനെ ഇനി ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ വേറെ ചില ഉദാഹരണങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ വിശദമായിട്ട്. ഈ വിഷയങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിയാൻ താല്പര്യം കാണിക്കാതെ എന്ത് ചെയ്യാണ്? ഇസ്ലാമിനെ ഇത്തരം വിഷയങ്ങളിൽ വിമർശിക്കുകയും എതിർക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് മനസ്സിലാക്കാനുള്ളത്, പുരുഷന്മാരെ പോലെ തുല്യമായി സ്ത്രീകൾ സ്വത്ത് അനന്തരമെടുക്കുന്ന അവസ്ഥകളാണ്. കുറേ വിഷയങ്ങളാണ്. അനന്തരാവകാശം, അതിൻ്റെ നിബന്ധനകൾ, അത് ആർക്ക്, ആരാൽ, പിന്നെ അനന്തരാവകാശ സ്വത്ത് തടയപ്പെടുന്നത്, ഭാഗികമായി തടയപ്പെടുന്നത്, പൂർണ്ണമായി തടയപ്പെടുന്നത്, പിന്നെ ഈ മരണപ്പെട്ടു പോയി കാലങ്ങളായി അനന്തര സ്വത്ത് ഓരി വെച്ചിട്ടില്ല, പിന്നെ അനന്തരാവകാശികളുടെ ഇടയിൽ മരിച്ച് പിന്നെ പിൽക്കാലത്ത് സ്വത്ത് ഓരി വെക്കുമ്പോൾ അതിന് മുനാസഹാത്ത് എന്ന് പറയും. അതെങ്ങനെയാണ് ഓരി വെക്കൽ? പിന്നെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവരുടെ സ്വത്ത് ഓരികൾ, മനസ്സിലായി. അതേപോലെ തന്നെ ഇങ്ങനെ പല ഈ ആക്സിഡൻറ്റ് കേസുകൾ, അതിൽ മരണപ്പെട്ടവരുടെ അവസ്ഥ. കാരണം ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആളെ തുടർന്നാണ് മരിക്കുന്നതെങ്കിൽ മനസ്സിലല്ലേ, തുടർന്ന് മരിക്കുന്നവൻ്റെ സ്വത്തോരി ആയിരിക്കുന്നുണ്ട്, ആദ്യം മരിച്ചവർക്കുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിലുള്ള രചനകൾ ബൃഹത്തായ നിലക്ക് ചെയ്യുന്നത്. പിന്നെ
നമ്മൾ കാണുന്നത് കുറേ വിഷയങ്ങളുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കിയത് എന്താണ്? ആണിൻ്റെ സ്വത്തിൽ പെണ്ണിന് പകുതി വരുന്ന കേസാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. മനസ്സിലായി? അത് 5 അവസ്ഥകളിലാണ്. ആ അവസ്ഥകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞത് ഇവിടെ. ഇനി ഇതിൽ പിന്നെ ഒരു അനുബന്ധം ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എഴുതിയപ്പോൾ ഈ അര 2-1, 3-1, 4-1, 6-1, 8-1, പിന്നെ 3-2 ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ സ്വത്ത് അനന്തരം എടുക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞ് അല്ലേ. പിന്നെ ചിലർക്ക് നമ്മൾ പറഞ്ഞ ബാക്കിയാണ് പറഞ്ഞത്, ബാക്കിയുള്ളതൊക്കെയാണെന്ന് പറഞ്ഞത് അല്ലേ. അത് പിന്നെ ഇതിൽ ഒരു പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്തല്ല ഈ അനന്തര സ്വത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കല്ല. നമ്മളിവിടെ മുമ്പ് ICCയിൽ അൽനൂർ ഓൺലൈൻ യൂട്യൂബിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും അനന്തരാവകാശ നിയമങ്ങൾ എന്നുള്ളൊരു ടൈറ്റിലിൽ കുറച്ച് ക്ലാസ്സുകൾ. അതിൽ ആദ്യത്തെ ദിവസം എന്താണ് അനന്തര സ്വത്ത് എന്നുള്ളത് വിശദീകരിക്കായിരുന്നു. അനന്തര സ്വത്ത് അതെങ്ങനെ എന്നുള്ളത്. അനന്തര സ്വത്ത് എന്താ? അനന്തര സ്വത്ത് ഒരു വ്യക്തി പിന്നെ ജീവിതനാളിൽ മകളെ കെട്ടിച്ചപ്പോൾ കൊടുത്ത സ്വത്തല്ല, ഓരിയല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മകന് മറ്റു മക്കളെ അപേക്ഷിച്ച് പഠിക്കാൻ കുറേ കാശ് വേണ്ടിയിരുന്നു. അപ്പോൾ ഒരു വാപ്പ എന്ത് ചെയ്തു? പഠിക്കാൻ കുറേ പൈസ കൊടുത്തിട്ട് സഹായിച്ചു. അതൊന്നും ഇയാളുടെ അനന്തര സ്വത്ത് വീതം വെച്ചതല്ല. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ മരണപ്പെടുന്ന വ്യക്തിയുടെ ചെലവുകളുണ്ടാവും, അയാളുടെ കടങ്ങളുണ്ടാവും, അയാളുടെ വസീയത്ത് ഉണ്ടാവും. അതൊക്കെ കൊടുത്തതിന് ശേഷം ശേഷിക്കുന്ന സ്വത്ത് എന്തോ അതാണ് അനന്തര സ്വത്ത്. ഒരു വ്യക്തി മരിച്ചു, ആ മരിച്ച വ്യക്തിയുടെ മയ്യത്ത് സംസ്കരിക്കണം, അതിന് ചിലവുകളുണ്ടാവും. അത് മറ്റുള്ളവർ ഏറ്റെടുക്കാൻ തയ്യാറില്ലെങ്കിൽ അയാളുടെ സ്വത്തു നിന്നാണ് അത് കൊടുക്കേണ്ടത്. പിന്നെ മരിച്ച വ്യക്തി അയാൾക്ക് കടം ഉണ്ടാവും, ആ കടങ്ങൾ വീട്ടണം. പിന്നെ മരിച്ച വ്യക്തി എന്തെങ്കിലും ഒരു വസീയത്ത് ചെയ്തിട്ടുണ്ടോ, ആ വസീയത്ത് വീട്ടണം, നീതി പ്രകാരമുള്ള വസീയത്ത്. അപ്പോൾ ആ വസീയത്ത് വീട്ടി അങ്ങനെ സ്വത്തുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ശിഷ്ടം വരുന്നത് എന്തോ അതാണ് അനന്തര സ്വത്ത്. ഇന്ന് അനന്തര സ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അതാണ്. അനന്തരം എടുക്കുന്നവർക്ക് ബാക്കിയുള്ളതൊന്നും നോട്ടല്ല. വാപ്പാനും അറാടിയോ. ഇവിടെ ഒരു കേസ് ബുറൈദയിൽ ഒരു പിതാവ് മരണപ്പെട്ട അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ്സിൽ അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട്. 3 മില്യൺ എങ്ങാണ്ട് ബാധ്യത ഉണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെ പിന്നെ മറമാടുന്ന പ്രശ്നമല്ല, അത് മക്കളെ ഏൽക്കേണ്ട കാര്യമല്ല. കാരണം അത് ഗവൺമെൻറ് മാഷാ അല്ലാഹ് പിന്നെ അത് നല്ല രീതിയിൽ ഗവൺമെൻറ് നിർവഹിക്കുന്ന കേസാണ്. അപ്പോൾ പിന്നെ അത് സംസ്കാരം കഴിഞ്ഞു. പക്ഷേ കടങ്ങൾ ഉണ്ട്, വീട്ടാൻ തയ്യാറാണില്ല. അപ്പോൾ എന്ത് ചെയ്ത് പിന്നെ ഈ ഇദ്ദേഹത്തെ അറിയുന്ന ഒരു സുഡാനി ഉണ്ടായിരുന്നു, പിന്നെ സുഹൃത്തായിട്ടുള്ള കച്ചവടക്കാരന്. അപ്പോൾ അപ്പാക്ക് കടമുണ്ട്, ഇത്രയാണ് ആ കടം, എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ ആ കടങ്ങൾ വീട്ടണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കുറേ പറഞ്ഞു. പക്ഷേ മക്കൾ കൂട്ടാക്കിയില്ല. മക്കൾ പറഞ്ഞ് പിന്നെ വാപ്പാൻ്റെ കടം വീട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. വാപ്പാൻ്റെ സ്വത്താണ്. അങ്ങനെ കടം വീട്ടാൻ മക്കൾ തയ്യാറായില്ല. പക്ഷേ ഈ കൂട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വഫിയായ കൂട്ടുകാരനായിരുന്നു. ഒരു സഹോദര്യത്തിൽ ഒരു കൂറുള്ള കൂട്ടുകാരനായിരുന്നു. അത് കാരണത്താൽ തന്നെ അദ്ദേഹം ആലോചിക്കുകയാണ്. പിന്നെ അദ്ദേഹം പിന്നെ ഖബറിൽ ബന്ധിതനാണ് കടം കാരണത്താൽ. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ മക്കളോട് പലതവണ പറഞ്ഞിട്ട് മക്കൾ കൂട്ടാക്കാത്തപ്പോൾ ഇദ്ദേഹം ഈ സുഡാനി എന്ത് ചെയ്യണം, അയാളുടെ ഷോപ്പാണ് വിൽക്കുകയാണ്. ഷോപ്പ് വിറ്റിട്ട് ആ കിട്ടിയ കാശ് കൊണ്ട് ഇയാളുടെ കടം മുഴുവൻ അയാളെ വീട്ടി. ആ സുഡാനി അയാളുടെ കട അത് വിറ്റിട്ട് ആ കാശ് കൊണ്ട് വീട്ടിൽ നിന്നാണ്. അതിനെക്കുറിച്ചൊരു വലിയൊരു പിന്നെ ഇത് വന്നിരുന്നു. അവസാനം പിന്നെ അടുത്തുള്ള കച്ചവടക്കാരും കുറേയൊക്കെ അറിഞ്ഞ് മനസ്സിലേ അയാളെ തൻ്റെ സഹോദരൻ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയുള്ള സൗദികളായ കച്ചവടക്കാർ അയാൾക്ക് 2 ഷോപ്പ് ഫ്രീ നൽകി. മനസ്സിലല്ലേ? ആ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ വിവിധ കച്ചവടക്കാർ കൊണ്ടുവന്നിട്ട് അവർ നിറച്ചു കൊടുത്തതാണ് ഈ സുഡാനിക്ക്. അയാൾക്ക് ആദ്യം ഉണ്ടായില്ലേറെ വലിയ അഭിവൃദ്ധിയിൽ കച്ചവടം ചെയ്യാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സ്വത്ത് ഓഹരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ആളുകളുടെ ആദ്യ വിഷയം, തങ്ങളുടെ സ്വത്ത് ഓഹരി.
യഥാർത്ഥത്തിൽ സ്വത്തിൽ ഒരാൾ മരിച്ചാൽ ആദ്യത്തെ ചിന്ത സ്വത്ത് ഓഹരിയല്ല, അനന്തര സ്വത്തല്ല. പിന്നെയോ ആദ്യത്തെ ചിന്ത അദ്ദേഹത്തിൻ്റെ കടങ്ങൾ, വസിയ്യത്തുകൾ, അതേപോലുള്ള കാര്യങ്ങളാണ്. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് പിന്നെ ഇസ്ലാമിൽ. ഏതായാലും ഇനി ഈ സ്വത്ത് ഓഹരിയിൽ നമ്മൾ പറഞ്ഞിങ്ങനെ ഈ ചില നമ്മുടെ എഴുതിയല്ലോ, 3/1, 4/1, 8/1, 6/1 ഇങ്ങനെ എഴുതിയില്ലേ, 3/2. ഇതൊക്കെ നിർണിത വിഹിതം സ്വത്ത് അനന്തരം എടുക്കുന്നവരാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ മൊത്തം സ്വത്തിലുണ്ടല്ലോ നിർണിത ഓഹരിക്കാരും ഉണ്ടാകും, സൃഷ്ടാവകാശികളും ഉണ്ടാകും. അംശാവകാശികൾ, സൃഷ്ടാവകാശികൾ 2 കൂട്ടരാണ്. ഒന്നിന് അസ്ഹാബുൽ ഫുറൂദ് എന്ന് പറയും, അംശാവകാശികൾ. പിന്നെ ഒന്ന് അസബ എന്ന് പറയും, സൃഷ്ടാവകാശികൾ. അംശാവകാശികൾ അനന്തരം എടുത്തതിന് ശേഷം സൃഷ്ടമായി വരുന്നതിനെ മൊത്തത്തിൽ അനന്തരം എടുക്കുന്നവരാണ് ആര്? അസബ, സൃഷ്ടാവകാശികൾ. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, പിന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരു ഉദാഹരണം ഞാൻ എഴുതാം. ഇപ്പോൾ നമ്മളുടെ വിഷയം ആണും പെണ്ണും തുല്യമായി സ്വത്ത് ഓരിയെടുക്കുന്ന വിഷയമാണ്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ എഴുതിയത് പകുതിയെ കുറിച്ചാണ്, അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇനി ചില കേസുകളിൽ എത്രയാണോ ഓരിയെടുക്കുന്നത് അത്ര തന്നെ ആരും ഓരിയെടുക്കും, പെണ്ണും അനന്തരം എടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ ഒരു മകനുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. ഈ ഒരു വിഷയത്തിൽ അല്ലേ ഉപ്പാക്ക് 6/1 സ്വത്തോരി, ഉമ്മാക്ക് 6/1 സ്വത്തോരി. ബാക്കി സ്വത്ത് ഈ മകനുള്ളതാണ്, മരിച്ച വ്യക്തിയുടെ മകനുള്ളതാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ സ്വത്ത് ഓരി വെച്ച് നോക്കി, 6/1 ഓരി വെച്ചാൽ എത്ര ഉണ്ടാവും? 6/1 എത്ര? 1. ഇവിടെയും 1, ബാക്കി എത്ര? 4. ഇവിടെ ഈ 6-ൽ നമ്മൾ ആദ്യം സ്വത്ത് കൊടുത്തതായിരിക്കാണ് ഇവർക്കാണ് കൊടുത്തത്. കാരണം 6/1 അതാണ് അംശാവകാശികൾ. ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ സ്വത്തിൽ ആദ്യം സ്വത്ത് കൊടുക്കൽ അംശാവകാശികൾക്കാണ്. അംശാവകാശികൾക്ക് കൊടുത്തതിന് ശേഷം ശേഷിക്കുന്നതെന്തോ അത് എടുക്കുന്ന ആളാണ് ആര്? സൃഷ്ടാവകാശി, അസബ എന്നാ പറയുക. അതെത്രയാണോ അത് അത്ര അയാൾക്കുള്ളതാണ്. ഇവിടെ ഇവർക്ക് അസ്ഹാബുൽ ഫുറൂദ് എന്ന് പറയും, അംശത്തിൻ്റെ ആളുകൾ. ഇവിടെ സൃഷ്ടത്തിൻ്റെ ആളുകൾ, സൃഷ്ടാവകാശി. അപ്പോൾ ഫുറൂദ്, അസബ 2 ടീമുണ്ട്. നമ്മൾ ഈ 3/1, 6/1, 4/1, 8/1, 3/2 എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അംശാവകാശികളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം മൊത്തം സ്വത്തിൽ നിന്ന് ആദ്യം അനന്തരം എടുക്കുന്നവർ. അംശാവകാശികൾ അനന്തരം എടുത്തതിന് ശേഷം പിന്നെ വരുന്നത് എന്തോ അത് മൊത്തത്തിൽ അടിച്ചെടുക്കുന്നവരാണ് ആര്? അസബക്കാർ. അങ്ങനെ 2 ടീമാണ് അനന്തരാവകാശികൾ സ്വത്ത് അനന്തരം എടുക്കുക. ഇവിടെ സ്വത്ത് അനന്തരം എടുക്കുന്നതിൽ ആണുണ്ട് പെണ്ണുണ്ട്. വാപ്പയും സ്വത്ത് എങ്ങനെയാണ് അനന്തരം എടുത്ത്? വാപ്പാൻ്റെ പകുതി അമ്മാക്ക് അല്ല, വാപ്പാക്ക് എത്രയാണ് അത്ര തന്നെ ആർക്കും ഉമ്മാക്കും. ആണിനും പെണ്ണിനും തുല്യമാണ്. ഇനി ഇതേപോലെ വേറെ ഉദാഹരണം ഞാൻ ഇതാ. ഇവിടെ ഒരാളുടെ ഭാര്യയാണ് എങ്കിൽ മരിച്ചാക്ക് മക്കളില്ലല്ലോ, അപ്പോൾ ഇവിടെ ഭാര്യക്ക് 4/1 തയ്യും. ഇനി ഇവിടെ നമ്മൾ ഒരാൾ മരിച്ചു, അയാൾക്ക് 2 പെൺമക്കൾ, പിന്നെ ഉമ്മയും വാപ്പയാണെന്ന് വെക്കുക. എങ്ങനെ സ്വത്തോരി കൊടുക്കുക? 2 പെൺമക്കളാണെങ്കിൽ എത്രയാണ് സ്വത്തോരി? അള്ളാഹു പറഞ്ഞില്ല, ഫൈൻ കുന്ന നിസാഅൻ ഫൗക സനതൈനി ഫലഹുന്ന സുലുസ മാ തറക്. എത്രയാണ്? 3/2 സ്വത്തോരി. 3/2 പെൺമക്കളുണ്ട്. അവിടെ ഉമ്മാക്ക് 6/1. ഇവിടെ ആണുങ്ങളില്ല, അതുകൊണ്ട് വാപ്പാക്ക് ബാക്കിയുള്ളതാണ് സ്വത്ത്. ഇവിടെ വാപ്പ അസബയാണ്, ഇവിടെ വാപ്പ ഫറദാൻ. വാപ്പ ഇവിടെ നിർണിത വിഹിതം അനന്തരം എടുക്കുന്ന ആളാണ്. കാരണം ഇവിടെ ആണുണ്ട് ഒന്നായിട്ട് അടിച്ചെടുക്കാൻ. ഇവിടെ ആൺതലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വാപ്പ അസബ, വാപ്പ ആരല്ല? നിർണിത വിഹിതത്തിൻ്റെ ആളല്ല. സ്വത്ത് ഓരി വെക്കുമ്പോൾ ഇവിടെ 6-ൽ സ്വത്ത് ഓരി വെക്കാൻ പറ്റും.
മനസ്സിലല്ലേ? 6ന്റെ 3/2 എത്ര? 2. 6ന്റെ 3/2 ഒക്കത്തിന് കണക്ക് പരീക്ഷ പുതുക്കിയതാണ്. 4. 6ന്റെ 3/2 4ആണ്. 6ന്റെ 3/2 ഭാഗം 6ന്റെ 6 1. ബാക്കി വരുന്നത് എന്തോ അതാണ് ആർക്കുള്ളത്? വാപ്പാക്കുള്ളത്. വാപ്പാക്ക് എത്ര വരിക? 1. അത് 5 കഴിഞ്ഞില്ലേ? ഇനി 1. നോക്കിയേ, ഈ മസാലയിൽ ഒരാൾ മരിച്ചു, അയാൾക്ക് 2 പെൺമക്കൾ, ഉമ്മ വാപ്പ. 3/2 പെൺമക്കൾക്കാണ്, 6/1 ഉമ്മക്ക്, വാപ്പാക്ക് ശിഷ്ടം. അതൊന്നാണ്. ഉമ്മക്കുള്ള എത്രയാണ് അത്ര തന്നെ. ഇവിടെ നോക്കി, ഇമ്മി വാപ്പിയുണ്ട്, വാപ്പാക്കും ഉമ്മാക്കും തുല്യ സ്വത്തോരിയാണ്. ഈ മസലയിൽ നോക്കി നിങ്ങൾ, ഇവിടെ പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട്. ആ പരിഗണനയിൽ പെണ്ണിനാണ് ആണിനാണോ കൂടുതൽ? പെണ്ണിനാണ് കൂടുതൽ. നോക്കിയേ, വാപ്പയേക്കാൾ 3 വിഹിതം കൂടുതലാണ് ആർക്ക്? പെൺമക്കൾക്ക്. ഒരാൾക്ക് ഒരു മകളാണെങ്കിൽ, മകൾ മാത്രമാണെങ്കിൽ അയാളുടെ സ്വത്തിൻ്റെ പകുതിയാണ് ആ പെൺമകൾക്ക്. സ്വത്തിൻ്റെ പകുതി ആർക്കുള്ളതാണ്? ആ പെൺമകൾക്കുള്ളതാണ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പെൺമക്കൾ, അതിന് 10 പെൺമക്കളാണെങ്കിലും ശരി, 3/2 സ്വത്തോരി. 3/2. ആ 3/2 സ്വത്തോരി അവർ വീതിച്ചെടുക്കണം. ഇവിടെ ഈ 3/2 ഈ പെൺമക്കൾ എന്ത് ചെയ്യണം? വീതിച്ചെടുക്കണം. അപ്പോൾ എത്ര വീതിച്ചെടുക്കാൻ പറ്റുക? 3 ഓഹരിയെ 2 ആക്കിയിട്ട് അവരത് എടുക്കുക. 3നെ 2 വീതമാക്കിയിട്ട് എടുക്കുക അവർ. ഇതിനെ ഉണ്ടല്ലേ, 2 വിഹിതം അവരെടുക്കുക. ഇനി അടുത്തൊരു ഉദാഹരണം സൂറത്തുൽ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ കാന റജുലുൻ യൂറസു കലാലതൻ അവ ഇംറഅത്തുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ്. ഒരു വ്യക്തി മരിച്ചു, അയാൾ അനന്തരെടുക്കാൻ മക്കളുമില്ല മാതാപിതാക്കളുമില്ല. അത്തരം കേസുകൾക്കാണ്. മക്കളോ മാതാപിതാക്കളോ അനന്തരം എടുക്കാൻ ഇല്ലാത്ത കേസുകൾക്ക് കലാല എന്നാണ് പറയുക. കലാല. അങ്ങനെ ഒരു വ്യക്തി മരിച്ച് അയാൾ അനന്തരെടുക്കാൻ വാപ്പയില്ല മക്കളുമില്ല. പക്ഷെ അയാൾക്ക് ഉമ്മൊത്ത സഹോദരികളുണ്ട്. ഉമ്മൊത്ത സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട് എന്ന് പറഞ്ഞാൽ അർദ്ധ സഹോദരങ്ങൾ. ഉമ്മൊത്ത സഹോദരികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉമ്മയാണ്, വേറെ വാപ്പയാണ്. മനസ്സിലല്ലേ? ഈ സഹോദരങ്ങൾക്ക് പിന്നെ വാപ്പ ഒത്ത സഹോദരികളാണ്. അങ്ങനെ ഉണ്ട് എന്ന് വെക്കോ. അതിനാണ് അഹുല്ലി ഉഖ്തുല്ലി എന്ന് പറയും. ഉമ്മൊത്ത സഹോദരികൾ, അർദ്ധ സഹോദരങ്ങളാണ്. വാപ്പി ഇമ്മി ഒത്ത സഹോദരങ്ങളുണ്ട് അല്ലേ? അതിനാണ് ഷഖീഖ് എന്ന് പറയുക, ഷഖീഖത്ത് എന്ന് പറയും. പൂർണ്ണ സഹോദരികൾ. അർദ്ധ സഹോദരികളുണ്ട്. അതൊന്നുകിൽ വാപ്പൊത്ത സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഉമ്മൊത്ത സഹോദരങ്ങളായിരിക്കാം. ഈ ഉമ്മൊത്ത സഹോദരങ്ങളാണ് എങ്കിൽ അഹ് ലി എന്ന പറയാം, ഉമ്മൊത്ത സഹോദരൻ, അല്ലെങ്കിൽ ഉഖ്ത് ലി ഒന്നാകട്ടെ, 2 പേരാകട്ടെ, 2ൽ കൂടുതലാകട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഒരു വ്യക്തി മരിച്ച് അയാൾക്ക് സഹോദരങ്ങളാണ്. ഒരു സഹോദരനാണ് എങ്കിൽ സഹോദരി എനിക്ക് 6/1 സ്വത്തോരി, 6/1 സ്വത്തോരി അവർക്ക് കൊടുക്കും. ഇനി അവർ ഒന്നിലധികം സഹോദരങ്ങളാണ് എങ്കിൽ അവർ 3/1 പങ്കാളികൾ എന്നാണ്. ഫഹും ഷുറക്കാ ഫിസ്സുലുസ് എന്നാണ്. 3/1 അവർ പങ്കാളികൾ എന്നാണ്. ഇത്തരം കേസുകളിൽ 3/1 അവർ പങ്കാളികളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഒരു വ്യക്തി മരിച്ചു, അയാൾക്ക് വാപ്പ ഉമ്മ അങ്ങനെ അനന്തരാവകാശികളില്ല, മക്കൾ അനന്തരാവകാശികളില്ല. അയാൾക്ക് അർദ്ധ സഹോദരങ്ങൾ, ഉമ്മയൊത്ത സഹോദരികളാണ് ഉള്ളത് എങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അവർ 3/1 പങ്കാളികളാകണമെന്നാണ്. അപ്പോൾ 3/1 ഉണ്ടല്ലോ ഈ സ്വത്ത്, അതാണ് അവർക്കുള്ളത്. 3/1 അതിലവർ പങ്കാളികളാണെന്നാണ്. അവിടെ ഈ അഹും ലി ഉമ്മും ഉഖ്തു ലി ഉമ്മും, അർദ്ധ സഹോദരൻ അർദ്ധ സഹോദരി, ഇവർ സ്വത്തിൽ തുല്യാവകാശികളാണ് അല്ലേ? ഈ 3/1 അവർ എന്ത് ചെയ്യണം? അതിനെ പകുതിയായിട്ട് എടുക്കണം.
മൂന്നിലൊന്ന് സ്വത്തോരിയെ പകുതിയും പകുതിയായിട്ടാണ് ഇവരെടുക്കുക. അപ്പം മൂന്നിലൊന്നിനെ അവരെന്താക്കണം, അതിനെ വിഭജിക്കണം. ഒന്നുണ്ടാവും, അതിൽ പകുതി ഈ സഹോദരന്, പകുതി ഈ സഹോദരിക്ക്, ഇങ്ങനെ എടുക്കുക. ശരി, ഈ മസാല ഒരു വ്യക്തി മരിച്ച് അയാൾക്ക് മാതാപിതാക്കളില്ല, മക്കളുമില്ല അനന്തരാവകാശികളായിട്ട്. പിന്നെ ഉള്ളത് ആരാണ്? സഹോദരങ്ങളാണ്, അർദ്ധ സഹോദരങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെയുള്ള സഹോദരങ്ങളാണുള്ളത് എങ്കിൽ അവർക്ക് സ്വത്തോരി ഫഹും ശുറക്കാഉ ഫിസ്സുലുസ്, മൂന്നിലൊന്നിൽ അവർ പങ്കാളികൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മൂന്നിലൊന്നിൽ അവർ പങ്കാളികൾ. എങ്ങനെ പങ്കാളികൾ? തത്തുല്യമായിട്ട്, തുല്യമായിട്ട്. മൂന്നിലൊന്ന് സ്വത്തോരി ഈ ഇവർക്കും നൽകും, ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും നൽകും. അവർ എന്ത് ചെയ്യണം? അത് തുല്യമായിട്ട് വിധിച്ചെടുക്കണം എന്നാണ്. തുല്യമായിട്ട് വിധിച്ചെടുക്കണം. അത് ഖുർആൻ്റെ നസ്സാണ്, ഖുർആൻ്റെ നസ്സാണ്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആൻ്റെ വ്യക്തമായ നസ്സിൽ തന്നെ കാണാം ആണും പെണ്ണും തുല്യമായി സ്വത്ത് കോരിയെടുക്കുന്ന കേസുകൾ. അതാണ് നമ്മളിവിടെ ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിയത്. ബാക്കിയുള്ളത് നോക്കണം. അടുത്ത ഈ മരിച്ച വ്യക്തിക്ക് വല്ല അവകാശികളുണ്ടോ എന്നുള്ളത് മനസ്സിലല്ലേ? അടുത്ത അവകാശികൾ പിന്നെ അയാളുടെ അകന്ന ആളുകളിൽ നോക്കണം. എന്നിട്ട് ആ അവകാശികൾക്ക് അത് നൽകണം. അതില്ല എങ്കിൽ പിന്നെ ഈ അനന്തരാവകാശത്തിൽ ഒരു മസ്അലത്തുർ റദ്ദ് ഉണ്ട്. എന്ത് ചെയ്യാം? മറ്റ് അവകാശികളില്ല എങ്കിൽ നിലവിലുള്ള അവകാശികളിലേക്ക് സ്വത്ത് മടക്കുന്ന അവസ്ഥ. ഏതുപോലെ ഈ ചിലപ്പോൾ ഈ മസാല ഇതുണ്ടല്ലോ, ഈ സ്വത്ത്, അത് അവകാശികൾക്ക് വീതം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം വീതം കൊടുക്കാൻ തികയാതെ വരും. അപ്പോൾ ഒരു മസാലത്തിൽ ഔലുണ്ട്. എന്ത് ചെയ്യുക? ഈ പിന്നെ ഇതിനെ ഏറ്റിയിട്ട് എന്ത് ചെയ്യാം? വീതിച്ചു കൊടുക്കുന്ന കേസ്. അത് ഇതിൻ്റെ കണക്കുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശദമായിട്ട് വരുന്ന ഒരു മസാലകളാണ്. ശുദ്ധ ഖുർആൻ്റെ വ്യക്തമായ നസ്സാണ് എന്ത്? ആണിനും പെണ്ണിനും തുല്യമായി സ്വത്തോരി വരുന്ന കേസുകൾ. ഇതൊക്കെ ഒരായത്തിൽ തന്നെ വായിക്കുമ്പോഴാണ് അതിൽ പകുതിയുള്ളത് മാത്രം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നു, ഇത്തരം കേസുകൾ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളത്. തയ്യും. ഇനി ഒരാൾ മരിച്ചാൽ അയാൾക്കൊരു സൗജും അയാൾക്കൊരു ഉഖ്തും സഹോദരി ഉണ്ടെന്ന് വെക്കുക. ഒരു സ്ത്രീ മരിച്ച് അയാൾക്ക് ഭർത്താവുണ്ട്, ആ സ്ത്രീയുടെ ഒരു സഹോദരിയുണ്ട്. ഇല്ലേ? ഇവിടെ എത്രയാണ് ഭർത്താവിൻ്റെ സ്വത്തോരി? ഭർത്താവിന് ഇതിൽ എത്ര സ്വത്തോരി? മരിച്ചാൾക്ക് മക്കളില്ലല്ലോ, ഇല്ല. അപ്പം എത്ര സ്വത്തോരി പറയും? പകുതി. ഭർത്താവാണ് എന്തെടുക്കുന്നത്? പെണ്ണിനെ. അത് മരിച്ചുപോയി, അതിന് മക്കളില്ല. അതിന് ഈ ഭർത്താവിലാകട്ടെ വേറെ ഭർത്താക്കന്മാരിലാകട്ടെ മക്കളില്ല എങ്കിൽ ഭർത്താവിന് അയാളുടെ സ്വത്തിൽ പകുതിയാണ്. ആ മരിച്ച സ്ത്രീക്ക് ഈ ഭർത്താവിലാകട്ടെ വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാരിലാകട്ടെ മക്കളുണ്ട് എങ്കിൽ ഭർത്താവിന് എന്തില്ല? ഇവിടെ പകുതിയില്ല, നാലിലൊന്നേ ഉള്ളൂ. അല്ലേ? ഈ കേസിൽ ഇവിടെ ഈ സഹോദരിക്കും പകുതിയാണ്. സഹോദരിക്ക് പകുതിയാണ്. സഹോദരിയാണ് മരിച്ചത്. സഹോദരി പകുതി അനന്തരം എടുക്കും. ഭർത്താവിന് ഇവിടെ മരിച്ച പെണ്ണിന് മക്കളില്ലാത്തതിനാൽ പകുതിയാണ് സ്വത്തോരി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നോക്കി, രണ്ടിൽ ഒരു വെച്ചാൽ ഓരോന്ന് വിഹിതമാണ്. ഇവിടെ നോക്കിയേ, സഹോദരിയാണ്, ഭർത്താവാണ്, ആണുമാണ്, പെണ്ണുമാണ്. സ്വത്തോരി എത്രയാണ്? സ്വത്തോരി തുല്യാണ്. ഇനി ഇതേപോലെ ഇപ്പം എത്ര കേസായി? 1 2 3 4. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പരാമർശമായ വിഷയങ്ങളാണ് കേട്ടോ. നമ്മൾ ഉദാഹരണം ഇതിന് ഇവിടെ ഇതാ, ആൾക്ക് 2 പെൺമക്കൾ ബിൻതാനി, ഒരു സഹോദരനും ഇവിടെ എത്ര? 2 പെൺമക്കൾക്ക്. ഒരാൾ മരിച്ചു, അയാൾക്ക് 2 പെൺമക്കളുണ്ട്, അല്ലെങ്കിൽ 2ൽ കൂടുതൽ പെൺമക്കളുണ്ട്. എത്ര സ്വത്തോരി? 3ൽ 2ആണ്. ബാക്കി ഈ സഹോദരനുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഓരി വെക്കും?
മൂന്നുകൊണ്ട് ഒരിയക്കാലല്ലേ, 2 ഇവിടെ പിന്നെ 1 ഇവിടെ. ഇവിടെ നോക്കി, ആണിനെ പോലെയാണ് ആർക്കും പെണ്ണിനും. എങ്ങനെ? ഇവിടെ പെൺമക്കൾക്ക് നോക്കിയാൽ നമ്മൾ പെൺമക്കൾക്ക് 3ൽ 2 കൊടുത്താൽ ഓരോ ഓരിയാണ്, ഓരോന്നാണ്. അതേപോലെ തന്നെയാണ് ആർക്കും ഉള്ളത്, സഹോദരനുള്ളത്. പറയുമ്പോൾ ഇവിടെ ഈ മസലയിൽ ആണും പെണ്ണും അനന്തരം എടുക്കുകയാണ്. ആണിന് ഉള്ള വിഹിതം തന്നെയാണ് അവർക്ക് പെണ്ണിനും തുല്യമാണ്. 5 കേസുകൾ അല്ലേ, 5 കേസുകൾ. ഈ 5 കേസുകളിൽ നമ്മൾ വായിക്കുന്നത് ഇത് വിശുദ്ധ ഖുർആനിൽ പരാമർശമാണ്. ആണും പെണ്ണും തുല്യമായിട്ട് സ്വത്ത് ഓഹരിയെടുക്കുന്ന കേസുകൾ, ഇത് 5 എണ്ണം. ഇനി 5ൽ കൂടുതൽ ഉദാഹരണങ്ങളാണ് ഏത് വിഷയത്തിൽ? കൂടുതൽ പെണ്ണ് ആണിനേക്കാൾ കൂടുതൽ അനന്തരം എടുക്കുന്ന വിഷയത്തിൽ. അതേപോലെ ആണ് അനന്തരം എടുക്കാതെ പെണ്ണ് മാത്രം അനന്തരം എടുക്കുന്ന വിഷയത്തിൽ. ഇൻഷാ അല്ലാഹ് അത് 2 വകുപ്പുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.